ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ നടുന്ന പയർ കൃഷിക്ക് ഏറ്റവും നല്ല വളം ഏതാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മൾ 15 ദിവസം കഴിയുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്ലറി ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. മഴക്കാലം അല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കാനും അതേപോലെ നനവ് നിലനിർത്താനും ഒക്കെ നല്ലതാണ്. നമുക്ക് വേറെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 15 ദിവസം കൂടുമ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളവുമാണ്. അന്നത്തെ ദിവസം നമുക്ക് നനച്ചു കൊടുക്കുകയും വേണ്ട. അപ്പോൾ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പയറിന് ഒരു കേടുബാധയും ഇല്ലാതെ നല്ല രീതിയിൽ പയർ വളർന്നു വരികയും ചെയ്യും, നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറെ ഒരു വളവും ചെയ്യേണ്ട. ഇതൊരു 15 ദിവസം കൂടുമ്പോൾ ഇത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി പയറിന്. അപ്പോൾ ഞാൻ ഏത് വളമാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇത് കപ്പലണ്ടി പിണ്ണാക്കാണ് കേട്ടോ. കപ്പലണ്ടി പിണ്ണാക്ക് ഞാൻ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ 4 ദിവസമായ കപ്പലണ്ടി പിണ്ണാക്കാണ്. അതിൽ കൂടുതൽ ദിവസം വെച്ചിരുന്ന ഒരു 7 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സ്മെല്ല് കൂടുതലായിരിക്കും. ഒരു മിനിമം ഒരു 3 ദിവസമെങ്കിലും നമ്മൾ ഇതേപോലെ പുളിച്ച കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് എടുക്കണം. ഈ നന്നായിട്ട് കുതിർത്തി നല്ല പുളിച്ച മണം വരുന്ന സമയം വരെ നമുക്കിത് ഒരു 3 ദിവസം ആകുമ്പോഴേക്കും ചെറിയൊരു സ്മെല്ലായി തുടങ്ങും. അപ്പോൾ ഇത് ഇത്രയും ഉണ്ട്. ഇതിൻ്റെ 10 ഇരട്ടി വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ഇത് കണ്ടോ, ഇതിപ്പോൾ 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് കേട്ടോ. ആ ബക്കറ്റിലോട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ഒരു ചിരട്ട ചാരം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കരിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. കരികിയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കാർബൺ ആണല്ലോ, നമ്മുടെ ചെടികൾക്ക് വളരെ കുറച്ച് കാർബണിൻ്റെയും ആവശ്യമുണ്ടല്ലോ. നമ്മുടെ ഇതിൽ ചാരത്തിൽ എന്തായാലും കരി കഷ്ണങ്ങൾ കാണും. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യട്ടെ. പക്ഷേ കരി ഉണ്ടെന്ന് വെച്ചിട്ട് പയറിനൊരു പ്രശ്നമില്ല. നമ്മളത് നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ വളം ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പയറിൻ്റെ തടമൊക്കെ ഒന്ന് കൊത്തി ഇളക്കി മണ്ണൊന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ പയറുകൾ ഇത്ര അടുത്തല്ലേ നിൽക്കണേ. അപ്പോൾ നമുക്ക് വലിയ തൂമ്പയൊക്കെ വെച്ചിട്ട് കളയ്ക്കാനായിട്ട് പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയൊരു മണ്ണ് ഇങ്ങനെ ഇളക്കുന്ന ചെറിയ തൂമ്പ പോലെ മണ്ണിളക്കുന്ന ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ വിടവിൽ കൂടെ ചെറുതായതുകൊണ്ട് നമുക്ക് ചെറിയ ഗ്യാപ്പിൽ കൂടെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ മണ്ണ് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കടകളൊന്ന് കൊത്തി ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പയറിൻ്റെ കടയെല്ലാം കുത്തി ഇളക്കി മണ്ണൊന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വളമിടുന്ന സമയത്ത് ഇതേപോലെ മണ്ണൊന്ന് ഇളക്കി കടയുടെ ഭാഗത്തോട്ട് മണ്ണൊന്ന് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാനും പറ്റും. ചെടികൾ നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും കേട്ടോ. ഈ മണ്ണ് ഇളക്കി കൊടുക്കുമ്പോഴാണ് ഈ നന്നായിട്ട് വളം വലിച്ചെടുക്കാനായിട്ട് ചെടികൾക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ മണ്ണൊന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് കൂന കൂട്ടിയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ പയറിന് നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുറച്ച് ചാരം അതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുന്നതും ചുവട്ടിൽ റൗണ്ടിലൊന്ന് ഇട്ട് കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. ഓരോ പിടി ചാരം ഓരോ കടയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് പൂക്കാനും അതേപോലെ തന്നെ കീടബാധകളൊന്നും ഇല്ലാതെ വളരാനും വളരെ നല്ലതാണ് പയറിന് ചാരം. ഇനി നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വളം ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളവും കപ്പലണ്ടി പിണ്ണാക്കും അതേപോലെ ഒരു ചിരട്ട ചാരും. ഇനി ഇതേപോലെ ഓരോ പാത്രം വെച്ച് നമ്മളിതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ നാടൻ പയറാണ് കേട്ടോ. നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന നാടൻ പയറുണ്ടല്ലോ, കെട്ടുകെട്ടായിട്ട് കിട്ടുന്ന ആ പയറിൻ്റെ വിത്താണിത്. അപ്പോൾ ഒത്തിരി പയറുണ്ടാകുന്ന ടൈപ്പ് പയറാണ് കേട്ടോ. വള്ളിപ്പയറാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ ടൈപ്പ് പയറുകളും ഈ സമയത്ത് നട്ടു കൊടുക്കാം കേട്ടോ. എല്ലാ ടൈപ്പ് പയറുകളും ഉണ്ടാകുന്ന സമയമാണിപ്പോൾ. നമുക്ക് വള്ളിപ്പയറാണെന്നുണ്ടെങ്കിലും കുറ്റിപ്പയറാണെന്നുണ്ടെങ്കിലും നാടൻ പയറാണെന്നുണ്ടെങ്കിലും എല്ലാ ടൈപ്പ് പയറുകളും നമുക്ക് ഈ സമയത്ത് ഇതേപോലെ നട്ടു കൊടുക്കാം. അപ്പോൾ അതേ നമ്മളെല്ലാ ചെടികൾക്കും വളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വളം നമ്മൾ 15 ദിവസം കഴിയുമ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ വളർന്നു വരും എന്നൊക്കെ പറയില്ലേ, അതേപോലെ പെട്ടെന്നുള്ള വളർച്ചയായിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് കായ്കളും പൂക്കളൊക്കെ ആയി നമുക്ക് വിളവ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 4 തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റിലൊക്കെ നമുക്ക് 4 പ്രാവശ്യം കൂട്ടാനുള്ളതുണ്ടാവും. നമ്മുടെ ചെടികളുടെ അളവനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്താൽ മതി.
വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാമെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് മിക്സ് ചെയ്യുക. 3 ദിവസം തുടങ്ങി 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ച് തീർക്കണം എന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്